ഷാലോം TV ഒരുക്കുന്ന രണ്ടാം വരവ്, അതിൻ്റെ 10ാമത്തെ എപ്പിസോഡും ഈ എപ്പിസോഡ് കൂടി നമ്മൾ ഈ പരമ്പര അവസാനിക്കുകയാണ്. ആ ബോധ്യത്തോടു കൂടി നമുക്ക് കൂടുതൽ പ്രാർത്ഥനാപൂർവം ഇതിൽ പങ്കുചേരാം. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടെങ്കിൽ ഷാലോം ടെലിവിഷനിലേക്ക് എഴുതുക. അതിനുത്തരങ്ങൾ തരാൻ തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ട് സംശയങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു ടോപ്പിക്കാണിത്. ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ നമ്മൾക്ക് കർത്താവ് തന്നെ വഴിയൊരുക്കും. അതുകൊണ്ട് ഒന്നുകൊണ്ടും നിരാശപ്പെടേണ്ട. നമ്മൾ ആദ്യം തന്നെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. ഓ പരിശുദ്ധാത്മാവേ, ഈ 10 എപ്പിസോഡുകളിലൂടെ ഞങ്ങൾ കേട്ട ഈ വലിയ പഠന പരമ്പരയിൽ മുഴുവനും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അങ്ങ് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ. ഈശോയെ അങ്ങ് അരുളി ചെയ്തു, എനിക്ക് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ അത് മനസ്സിലാവില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടും. ഓ പരിശുദ്ധാത്മാവെ, ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കർത്താവിൻ്റെ ആ വീണ്ടും വരവ് സമയത്ത് വാനമേഘങ്ങളിൽ അത്യുജ്വല പ്രകാശത്തിൽ ഈശോ എഴുന്നള്ളി വരും എന്നതും അതിൻ്റെ ഒരു മുൻ ആസ്വാദനമായിട്ടാണ് താബോർ മലയിൽ ജ്വലിക്കുന്ന മാതിരി ഈശോയെ കണ്ടതും അതിന് സാക്ഷികളായിട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാൾ സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഈശോ വീണ്ടും വരും. ഇത് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ നമ്മൾ ഈശോയെ ഇന്ന് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് വേണ്ട വെളിപാടുകളെല്ലാം കിട്ടും. ഇനി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആ യേശുവിൻ്റെ വരവ് സമയത്താണ് അന്ത്യവിധി നടക്കുന്നതും അവിടെയാണ് നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരികയും ചെയ്യുന്ന മണിക്കൂറായിരിക്കും. അപ്പോൾ ക്രിസ്തു തൻ്റെ മഹത്വത്തിൽ സകല മാലാഖമാരോടും കൂടെ വരും. അവിടുത്തെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ തൻ്റെ ഇടതുവശത്തും നിർത്തും. അവർ നിത്യശിക്ഷയിലേക്കും എന്നാൽ നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കുന്നു. സ്നേഹമുള്ളവരെ, കുറച്ച് നാൾ മുമ്പ് പരിശുദ്ധ പിതാവ് ഇതിനെക്കുറിച്ച് നൽകിയൊരു വ്യാഖ്യാനം ഇതുപോലെയാണ്. നമ്മുടെ കൂടെ 2 സഹായകരുണ്ടാവും, 2 വക്കീലന്മാരുണ്ടാവും, 2 അഡ്വക്കേറ്റുമാരുണ്ടാവും. ഒന്ന് കർത്താവ് ഈശോ മിശിഹായും ഒന്ന് പരിശുദ്ധാത്മാവ്. ഉദാഹരണത്തിന് എൻ്റെ അന്ത്യവിധി നടക്കുകയാണെങ്കിൽ എൻ്റെ അന്ത്യവിധിക്കുള്ള വിളി വന്നിരിക്കുന്നു, കൊടിയൻ തോമസ് പോൾ. ഞാൻ അവിടെ ഹാജരായി. ഉടനെ കർത്താവ് ഈശോ മിശിഹായും പരിശുദ്ധാത്മാവും എൻ്റെ കൂടെ ഉള്ളവർ. കർത്താവ് ഈശോ മിശിഹ പറയാണ്, അഡ്വക്കേറ്റ് നമ്പർ 1 അദ്ദേഹം അവിടെ സമർത്ഥിക്കുകയാണ്, ഈ തോമസ് പോൾ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്, എന്നാൽ അവൻ്റെ സകല പാപങ്ങളും ഞാൻ കുരിശിൽ ഏറ്റെടുത്തി പരിഹാരം ചെയ്തു, അത് ഇവൻ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ പാപങ്ങൾ എല്ലാം അവനിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുന്നു, അവന്
വിശുദ്ധിയുടെ നീതിയുടെ വസ്ത്രം ധരിച്ച് അങ്ങ് സ്വീകരിച്ചാലും. ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് ഓടി വന്ന് പറയുകയാണ്, ഈ തോമസ് പോൾ ജീവിതകാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഉപയോഗിച്ച് നിരവധി ആത്മാക്കളെ സ്വർഗത്തിൽ നേടിയിരിക്കുന്നത് കൊണ്ട്, നിരവധി താലന്തുകൾ നേടിയിരിക്കുന്നത് കൊണ്ട് ഇവനെ ഒരു സമ്മാനം കൊടുത്ത്, ഒരു കിരീടവും സ്വർണ്ണമെഡലും കൊടുത്ത് സ്വീകരിച്ചാൽ. സ്നേഹമുള്ളവരെ, ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചുള്ള അന്ത്യവിധിയിൽ നടക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും, വിശ്വാസികളായ നമ്മളെല്ലാവരും കർത്താവിൻ്റെ കൂടെ വിജയശ്രീലാളിതരായിട്ട് സ്വർഗരാജ്യത്തിൻ്റെ ആ പുതിയ ജെറൂസലേമിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇതാണ് ക്രിസ്ത്യാനികളായ ജ്ഞാനസ്നാനത്തിലൂടെ ജീവൻ്റെ അടയാളത്താൽ മുദ്രകുത്തപ്പെട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കുന്ന ഓരോരുത്തരെയും സംബന്ധിച്ചുള്ള വളരെ പ്രത്യാശ നൽകുന്ന ഒരവസ്ഥ. ഇനി കഴിയുന്നില്ല, ഇവിടെ നിന്ന് നമ്മളൊരു പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന, യേശുവിൽ വിശ്വസിക്കാതെയോ അല്ലെങ്കിൽ യേശുവിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ദിവ്യകാരുണ്യമായ, ഈ കരുണാനിധിയായ ആ സൗഭാഗ്യത്തെ മനഃപൂർവ്വം തിരസ്കരിച്ചുകൊണ്ട് പാപകരമായ ജീവിതത്തിൽ നിന്നും മാറാതെ അതിൽ തന്നെ വസിക്കുകയും അതിൽ മാനസാന്തരപ്പെടാതെ മരിക്കുകയും ചെയ്തിട്ടുള്ളവർ ആരും നമുക്കറിയില്ല. പക്ഷെ അവരാണ് അന്ത്യവിധിയിൽ നിത്യനരകത്തിലേക്ക് പോകുന്നത്. ഒറ്റ വിശ്വാസിയും മാമോദീസ സ്വീകരിച്ച് ജീവൻ്റെ അടയാളത്താൽ മുദ്രകുത്തപ്പെട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച് യേശുവിൽ വിശ്വസിച്ച് മരിക്കുന്ന ആരും നിത്യനരകത്തിലേക്ക് പോകില്ല. അങ്ങനെ പോകാനാണെങ്കിൽ കർത്താവ് ഈശോ മിശിഹാ എന്തിനാണ് കുരിശിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചത്? ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരീക്ഷണം നടന്നത്. ഈ പരീക്ഷണത്തിൽ വിജയിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഈ വിധി നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ വിജയിച്ചവരെല്ലാവരും രാജകുമാരിമാരായിട്ട്, അതായത് മണവാട്ടിയായിട്ട് രാജാവിൻ്റെ കൂടെ പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ മനുഷ്യനോടും ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ സത്യാവസ്ഥ സത്യം തന്നെയായ ക്രിസ്തുവിൻ്റെ മുമ്പിൽ ആത്യന്തികമായി വെളിവാക്കപ്പെടുന്നു. ഇവിടെ മറ്റൊരു ചരിത്ര സംഭവം പ്രഖ്യാപിക്കപ്പെടുന്നത് കാറ്റക്കിസത്തിൽ 1040 ഖണ്ഡികയിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ നീതി അവിടുത്തെ സൃഷ്ടികൾ ചെയ്ത സർവ അനീതികളെയും കീഴടക്കുന്നുവെന്നും ദൈവത്തിൻ്റെ സ്നേഹം മരണത്തേക്കാൾ പ്രബലമാണെന്നും അന്ത്യവിധി വെളിപ്പെടുത്തുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയാണ് ഇവിടെ വിജയം സ്ഥാപിക്കുന്നത്. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് പാപിയെ നീതീകരിക്കുന്നതും പാപിയുടെ പാപത്തെ ഏറ്റെടുത്ത് അവന് വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു നീതിയാണ്. അതിനുശേഷം ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത്, സ്വീകാര്യമായ സമയത്ത് രക്ഷയുടെ ദിനത്തെ ദൈവം മനുഷ്യർക്ക് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നതിനാൽ അന്ത്യവിധിയുടെ ഈ സന്ദേശം മനുഷ്യരെ മാനസാന്തരത്തിലേക്ക് വിളിക്കുന്നു. അത് വിശുദ്ധമായ ഒരു ദൈവഭയം ജനിപ്പിക്കുകയും ദൈവരാജ്യത്തിൻ്റെ നീതിക്ക് അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ വിശുദ്ധരിൽ മഹത്വീകൃതനാകാനും വിശ്വസിച്ച സകലരിലും വിസ്മയ വിഷയമായി തീരാനും വേണ്ടി എഴുന്നള്ളുന്ന കർത്താവിൻ്റെ ആ പ്രത്യാഗമനത്തെ സംബന്ധിച്ച് അനുഗ്രഹീതമായ പ്രത്യാശയെ അന്ത്യവിധിയുടെ സന്ദേശം പ്രഘോഷിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇനി നമ്മളിതാ ഈ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. അന്ത്യവിധിക്ക് ശേഷം അവിടെ ഭൂമിയിൽ ഉണ്ടായിരുന്നവർ രൂപാന്തരപ്പെട്ട് കണ്ണ് ചിമ്മുന്ന നേരം കൊണ്ട് രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് വരുന്നു. സ്വർഗത്തിലുണ്ടായിരുന്നവർ ശരീരം ഉയർപ്പിക്കപ്പെട്ട് വരുന്നു. ഇങ്ങനെ 2 ഘട്ടമായിട്ടാണ് വരുന്നത്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, ഇനി മരണം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ? ഇനി മരണമില്ല. അങ്ങനെ ഈ പുതിയ രാജ്യത്ത് മരണമില്ലാത്ത വിശുദ്ധി നിറഞ്ഞ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും തുറക്കുകയാണ്. ഇവിടെയാണ് പത്രോസ്ലീഹയുടെ ലേഖനങ്ങളിലെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളത്, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും, ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും, ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയുടെയും ദൈവഭക്തിയോടും കൂടി ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം.
ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിനത്തിനെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭയത്തോടെ അല്ല ഇതിനെ നമ്മൾ കണക്കാക്കേണ്ടത്. ഇവിടെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ സഭാപിതാവായ വിശുദ്ധ ക്രൊമാസിയോ പറയുന്നത് ഈ സംഭവത്തെ ഈശോ തന്നെ പറഞ്ഞിരിക്കുന്നതും സ്നാപയോഹന്നാൻ പറഞ്ഞിരിക്കുന്നതുമായ പ്രഭാഷണവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 49 വചനത്തിലെല്ലാം, ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ തീയിടാനാണ്, അതെത്രയും വേഗം കത്തി നശിച്ചിരുന്നെങ്കിൽ എന്നെല്ലാം. അപ്പോൾ അവിടെയെല്ലാം മനസ്സിലാക്കേണ്ടത് ഒരു വിസ്മയനീയമായ രൂപാന്തരീകരണത്തിൻ്റെ അവസ്ഥയാണ്. സ്നാപയോഹന്നാൻ പറഞ്ഞു, ഇതാ ഭൂമി, അതായത് ഞാൻ മലകൾ നിരപ്പാക്കും, സമനിലമാക്കും, അവിടെയും ഒരു മൂലപദാർത്ഥങ്ങളെ വെടിപ്പാക്കുന്ന ഒരാശയവും. അതിനുശേഷം പറയാണ്, ഞാൻ ജലം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു, എന്നാൽ എനിക്ക് പിന്നെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ട് സ്നാനപ്പെടുത്തും, വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. കണ്ടോ, ഉടനെ പോകുന്നത് വീണ്ടും യുഗാന്ത്യത്തിലേക്കാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, കളം വെടിപ്പാക്കി കളപ്പുരകളിൽ നല്ല വിത്ത് കളപ്പുരകളിൽ ശേഖരിക്കുകയും പതിരുകൾ കെടാത്ത തീയിൽ നശിപ്പിക്കുകയും ചെയ്യും. വീണ്ടും പറയുകയാണ്, ഇതാ ഫലം തരാത്ത വൃക്ഷങ്ങളുടെ കടയ്ക്ക് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ഈ കോടാലി ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലിടപ്പെടും. അപ്പോൾ ഇങ്ങനെ ഈ യുഗാന്ത്യത്തിൽ സംഭവിക്കുന്ന ദൈവരാജ്യ കേന്ദ്രീകൃതമായിട്ടും വിശുദ്ധി കേന്ദ്രീകൃതമായിട്ടും ഉള്ള ഒരു പുതിയ ആകാശവും ഭൂമിയും സംസ്ഥാപിതമാകുമ്പോൾ ആ സമാധാനത്തിൻ്റെയും വിശുദ്ധിയുടെയും ദൈവനീതിയുടെയും ഈ പുതിയ രാജ്യത്തിന് എതിരായി നിൽക്കുന്ന സകല മൂലപദാർത്ഥങ്ങളും വെട്ടി തീയിലിടപ്പെടും എന്ന് പറയുന്നത് അതിനുശേഷം ഉണ്ടാകാൻ പോകുന്ന ആ പുതിയ ആകാശവും പുതിയ ഭൂമിയിൽ തിന്മയില്ല, മരണമില്ല. അതാണ് വെളിപാടിൻ്റെ പുസ്തകത്തിലും ഏശയ്യായിലും എല്ലാം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഈ പുതിയ പ്രപഞ്ചത്തിൽ സ്വർഗീയ ജെറുസലേമിൽ ദൈവത്തിൻ്റെ വാസസ്ഥലം മനുഷ്യരുടെ ഇടയിലായിരിക്കും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ മുഴുവനും തുടച്ചു കളയും. പിന്നീട് മരണമുണ്ടായിരിക്കുകയില്ല, വിലാപമോ കരച്ചിലോ വേദനയോ ഉണ്ടായിരിക്കുകയില്ല, എന്തെന്നാൽ പഴയതെല്ലാം കടന്നുപോയി. 1043 CCCയിൽ പറയുകയാണ്, സമയത്തിൻ്റെ പരിസമാപ്തിയിൽ ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണതയിലെത്തും. സാർവത്രിക വിധിക്ക് ശേഷം നീതിമാന്മാർ ശരീരത്തിലും ആത്മാവിലും മഹത്വകൃതരായി ക്രിസ്തുവിനോടുകൂടി എന്നേക്കും ഭരിക്കും. ഈ പ്രപഞ്ചം മുഴുവൻ നവീകരിക്കപ്പെടുകയും ചെയ്യും. മനുഷ്യവംശത്തോടൊപ്പം മനുഷ്യനോട് ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുന്ന, അവരിലൂടെ സ്വന്തം ഭാഗധേയം പ്രാപിക്കുന്നതുമായ പ്രപഞ്ചം തന്നെയും ക്രിസ്തുവിൽ പരിപൂർണമായി പുനഃസ്ഥാപിക്കപ്പെടുന്ന സമയം വരുമ്പോൾ സഭ സ്വർഗീയ മഹത്വത്തിൽ എത്തിച്ചേരുന്നു. ഈ പുതിയ പ്രപഞ്ചത്തിൻ്റെ കാര്യമാണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത്. കുറച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പരിസമാപ്തി ദൈവം സൃഷ്ടി മുതൽ ആഗ്രഹിച്ച മനുഷ്യവംശത്തിൻ്റെ ഐക്യത്തിൻ്റെ അന്തിമമായ സാക്ഷാത്കാരമായിരിക്കും. ഇവിടെയാണ് വിശുദ്ധ യോഹന്നാൻ്റെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ വെളിപാടിൽ ഇതിനെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുള്ളതിൻ്റെ ആമുഖമായിട്ട് പറഞ്ഞിരിക്കുന്നത് കേൾക്കുന്നത് നല്ലതാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നു, വെളിപാടിലെ പ്രധാന ആശയങ്ങൾ ഇങ്ങനെ സമാഹരിക്കാം. ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തു ലോകത്തെ ജയിച്ചിരിക്കുന്നു. അവിടുന്ന് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവരുമാണ്. അവിടത്തേക്കും അനുയായികൾക്കും എതിരെ ലോകാവസാനം വരെ തിന്മ ഭീകര രൂപം കൊണ്ട് പോരാടും. അതിന് പോരാട്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതാണ് കളകൾ അവിടെ നിന്നോട്ടെ, അന്ത്യ നിമിഷത്തിൽ ഞാൻ അതിനെ ആദ്യം പറിച്ച് കളഞ്ഞോളാം. അവസാന വിജയം ക്രിസ്തുവിൻ്റേതായിരിക്കും. ഈ ലോകത്തിലെ സഹനമെല്ലാം
ക്ഷണഭംഗുരമാണ്. ലോകാവസാനത്തിൽ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ ദുഷ്ടത പ്രവർത്തിക്കുന്നവരെല്ലാം നശിപ്പിക്കപ്പെടുകയും നന്മ ചെയ്യുന്നവരായ അവിടുത്തെ അനുയായികൾ എല്ലാവരും അവിടത്തോടൊത്ത് വിജയശ്രീലാളിതരായി ഒരു പുതിയ ലോകത്തിൽ ദൈവപിതാവിനോട് ഒന്നു ചേർന്ന് നിത്യാനന്ദ നിർവൃതി അടയുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ സാരാംശം. അപ്പോൾ ഈ സാരാംശത്തെ മനസ്സിൽ കണ്ടാൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ തന്നെ സന്തോഷമുണ്ടാകുകയുള്ളൂ. ഇവിടെ ഇനി നമുക്ക് സംശയം ഉണ്ടാകാൻ പോകുന്നത് എന്തായിരിക്കും ഈ സൃഷ്ടി പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ. അപ്പോൾ അവിടെ സഭ പഠിപ്പിക്കുന്നത് ഭൂമിയുടെയും മനുഷ്യൻ്റെയും പൂർത്തീകരണത്തിൻ്റെ സമയം നമുക്ക് അജ്ഞാതമാണ്. പ്രപഞ്ചം രൂപാന്തരപ്പെടുന്ന രീതി നമുക്ക് അറിഞ്ഞുകൂടാ. പാപത്താൽ വികലമാക്കപ്പെട്ട ഈ ലോകത്തിൻ്റെ രൂപം കടന്നുപോകുന്നു. നീതി വസിക്കുന്ന പുതിയ വാസകേന്ദ്രവും പുതിയ ഭൂമിയും ദൈവം സജ്ജീകരിക്കുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതിൻ്റെ സൗഭാഗ്യം സമാധാനത്തിനായി മനുഷ്യഹൃദയത്തിൽ ഉദിക്കുന്ന സകല ആഗ്രഹങ്ങളെയും നിറവേറ്റുകയും അതിശയിക്കുകയും ചെയ്യുന്നു. പുതിയ ഭൂമിക്ക് വേണ്ടിയുള്ള പ്രതീക്ഷ ഈ ഭൂമിയെ, അപ്പോൾ ഇവിടെ നമുക്ക് പല സൂചനകളും കിട്ടുന്നുണ്ട്, എന്നാൽ പൂർണ്ണമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. സൂചനകൾ എന്താണ്? ഇപ്പോൾ നമ്മൾക്കറിയാം, യെശയ്യായുടെ പ്രവചനത്തിൽ തന്നെ പറയുന്നുണ്ട്, പുതിയ ആകാശവും പുതിയ ഭൂമിയിൽ എന്ത് സംഭവിക്കും? കർത്താവ് അരുളി ചെയ്യുന്നു, ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും, പാമ്പിൻ്റെ ആഹാരം പൊടിയായിരിക്കും, എൻ്റെ വിശുദ്ധഗിരിയിൽ ഒരിടത്തും അവ ഉപദ്രവമോ നാശമോ ചെയ്യുകയില്ല. ഇന്ന് നമ്മുടെ മനുഷ്യ വംശം തന്നെ മറ്റ് സൃഷ്ടികളോട് ഒരു സമാധാനത്തിലല്ല വാസ്തവത്തിൽ ജീവിക്കുന്നത്. നമ്മൾ സസ്യ ലതാദികളെ വെട്ടി ഒരുക്കുന്നു, അതിന് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയിലൂടെ ഇത് വലിയൊരു കാര്യം ദൈവം നടത്തിയിട്ടുള്ളതും ഇപ്പോൾ പരിശുദ്ധ പിതാവ് നൽകിയ പുതിയ ചാക്രിക ലേഖനം ഈ എക്കോളജി, ഈ പ്രകൃതിയുടെ വിമോചനത്തെക്കുറിച്ചാണ്. ഈ പ്രകൃതി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭവനമാണ്. ഇറ്റ് ഈസ് അവർ ഹോം. എന്നാൽ പലപ്പോഴും അതിനെ ആരും ശ്രദ്ധിക്കുന്നില്ല. വാസ്തവത്തിൽ ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ ഈ പ്രകൃതി അതിൻ്റെ ഏറ്റവും മനോഹരമായ അവസ്ഥയിൽ വരും. അതാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്നെ ഈ പ്രകൃതിയെ ബ്രദർ സൺ സിസ്റ്റർ മൂൺ എന്നാ വിളിക്കണേ. ഈ പ്രകൃതിയോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹം അസീസിയിലെ ആശ്രമത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരു ഭാഗം മുഴുവനും അതിനിഷ്ടമുള്ള മാതിരി വളരാൻ വിട്ടുകൊടുക്കുക, നമ്മൾ അതിനെ ക്രോപ്പ് ചെയ്യുകയോ അതിനൊന്നും ചെയ്യണ്ട. അങ്ങനെ അസീസിയിലെ ആശ്രമത്തിലെ ഒരു ഭാഗം അതിനിഷ്ടമുള്ള മാതിരി വളരാൻ വിട്ടുകൊടുത്തപ്പോൾ അവസാനം അതായിരുന്നു ഏറ്റവും മനോഹരമുള്ള സ്ഥലം. നമ്മൾ പറയും അതൊരു കാട് പിടിച്ച് പോയി എന്ന് പറയും, പക്ഷെ അവിടെ പ്രകൃതി അതിനിഷ്ടമുള്ള മാതിരി വളരുകയാണ്, നമ്മളതിനെ വെട്ടി ഒരുക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു കാലം വരും, പ്രകൃതി അതിനിഷ്ടമുള്ള മനോഹാരിതയിലൂടെ വളരുമ്പോൾ നമ്മൾ ആ പ്രകൃതിയെ സ്നേഹിക്കുന്നതിന് അതിൻ്റെ തനതായ ശൈലിയിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ഈ സൃഷ്ടിപ്രപഞ്ചം തന്നെ ഈറ്റുനോവ് അനുഭവിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈറ്റുനോവ് അനുഭവിക്കുന്നത്? മനുഷ്യ മക്കളുടെ വിമോചനത്തിൽ. മനുഷ്യരുടെ രക്ഷയും മനുഷ്യരുടെ വിമോചനം പൂർത്തിയായി കഴിയുമ്പോൾ, അവരെ പുതിയ ആകാശവും പുതിയ ഭൂമിയിൽ വന്നു കഴിയുമ്പോൾ പിന്നെ അവർക്ക് വിശപ്പില്ല, പിന്നെ അവർക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ അവരെല്ലാവരും ഈ മെറ്റീരിയൽ വസ്തുവിനോടോ മെറ്റീരിയലിനോടോ യാതൊരു ആഗ്രഹവുമില്ല. അതുകൊണ്ട് ഭൂമി ഫ്രീ ആയി. അങ്ങനെ ഈ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും പുതിയ ആകാശവും പുതിയ ഭൂമിയുമായിട്ട് മാറും. ഈ ഒരു അവസ്ഥയെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ പറയുകയാണ് 1049 പുതിയ ഭൂമിക്ക് വേണ്ടിയുള്ള പ്രതീക്ഷ. ഈ ഭൂമിയെ വികസിപ്പിക്കാനുള്ള നമ്മുടെ താല്പര്യത്തെ ഒട്ടും കുറയ്ക്കാൻ പാടില്ല, മറിച്ച് അതിനെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടത്. എന്തെന്നാൽ വരാനുള്ള യുഗത്തിൻ്റെ അടയാളം
ഒരു വിധത്തിൽ മുൻകൂട്ടി കാണിക്കുന്ന ഒരു നവീന മാനവ കുടുംബത്തിൻ്റെ ശരീരം ഇവിടെയാണ് വളരുന്നത്. എന്നാൽ ഭൗതിക പുരോഗതിയെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ നിന്നും സുവ്യക്തമായി വേർതിരിച്ച് കാണേണ്ടിയിരിക്കുന്നു. അത്തരം പുരോഗതി മനുഷ്യ സമൂഹത്തിൻ്റെ കൂടുതൽ മെച്ചപ്പെട്ട ക്രമവത്കരണത്തിന് സഹായകമാകുന്നിടത്തോളം ദൈവരാജ്യത്തിൻ്റെ സജീവ താത്പര്യത്തിന് വിഷയമായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ മരിക്കുന്ന എല്ലാവരുടെയും ആത്മാക്കൾ മരണാനന്തരം ദൈവജനമായി തീരുന്നുവെന്നും നാം വിശ്വസിക്കുന്നു. പുനരുത്ഥാനത്തിൻ്റെ ദിവസം ഈ ആത്മാക്കൾ തങ്ങളുടെ ശരീരങ്ങളോട് വീണ്ടും ഒന്നിപ്പിക്കപ്പെടുമ്പോൾ മരണം ആത്യന്തികമായി നശിപ്പിക്കപ്പെടും. അടുത്തത്, ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും എന്നാൽ പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർ നിത്യരക്ഷയെ സംബന്ധിച്ച് ഉറപ്പുള്ളവരാണെങ്കിലും മരണാനന്തരം ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയരാകുന്നു. ദൈവത്തിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി നേടും. അതാണ് ശുദ്ധീകരണ സ്ഥലം. നരകത്തിലെ പ്രധാന ശിക്ഷ ദൈവത്തിൽ നിന്നുള്ള ശാശ്വതമായ വേർപാടിൽ അടങ്ങിയിരിക്കുന്നു. ദൈവത്തിൽ മാത്രമേ മനുഷ്യന് ജീവനും സൗഭാഗ്യവും കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അവയ്ക്ക് വേണ്ടിയാണല്ലോ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവയ്ക്ക് വേണ്ടിയാണ് അവൻ ദാഹിക്കുന്നത്. എന്നാൽ ആരും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സഭ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ ഒരിക്കലും അങ്ങിൽ നിന്ന് വേർപെടാതിരിക്കാൻ ഇടയാകരുതേ. ഒരുവനും തന്നെ തന്നെ രക്ഷിക്കാൻ സാധ്യമല്ലെന്നത് സത്യമാണെങ്കിൽ എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നതും അവിടത്തേക്ക് എല്ലാം സാധ്യമാണ് എന്നതും സത്യമാണ്. അവസാന വിധി ദിവസം എല്ലാ മനുഷ്യരും തങ്ങളുടെ പ്രവൃത്തികളുടെ കണക്ക് കൊടുക്കുവാൻ ക്രിസ്തുവിൻ്റെ നീതിപീഠത്തിന് മുമ്പിൽ തങ്ങളുടെ ശരീരങ്ങളോടെ പ്രത്യക്ഷപ്പെടുമെന്ന് വിശുദ്ധ റോമാ സഭ ഉറപ്പായി വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. സമയത്തിൻ്റെ പരിസമാപ്തിയിൽ ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണത പ്രാപിക്കും. അപ്പോൾ നീതിമാന്മാർ ശരീരത്തിലും ആത്മാവിലും മഹത്വീകൃതരായി ക്രിസ്തുവിനോട് കൂടെ എന്നേക്കും ഭരിക്കും. ഭൗതിക പ്രപഞ്ചം തന്നെ രൂപാന്തരീകൃതമാകും. അപ്പോൾ നിത്യജീവിതത്തിൽ ദൈവം എല്ലാവർക്കും എല്ലാമായി മാറും. സ്നേഹമുള്ളവരെ, ഈ പ്രത്യാശയിലാണ് നമ്മൾ ഓരോ ദിവസവും ജീവിക്കേണ്ടത്. അതാണ് ഈശോ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം നൽകുന്നു. ഞാൻ എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കി ഞാൻ വീണ്ടും വന്ന് ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കുന്നതിന് ഞാൻ വീണ്ടും വരും. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവാണ് ഇതിൻ്റെ മുഖ്യ കാര്യസ്ഥൻ. ആദാം മക്കൾക്കായി ആദത്തെയും ഹവ്വയെയും ഈ പർദീസായിലേക്ക് വീണ്ടും പ്രവേശിക്കുകയും ആദത്തിന്റെ മക്കളായ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിലൂടെ ഒരു പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുന്നു. ആ പുതിയ സൃഷ്ടിയായ നമ്മൾ യേശുവിലൂടെ പുതിയ ശരീരം ധരിച്ചുകൊണ്ട്, ഉയർത്തെഴുന്നേറ്റ ശരീരം ധരിച്ചുകൊണ്ട്, ആ ആത്മീയ ശരീരം ധരിച്ചുകൊണ്ട്, അമർത്യത ധരിച്ചുകൊണ്ട് യേശുവിനോടൊപ്പം ദൈവത്തെ പോലെയായി ദൈവത്തോടൊപ്പം നമ്മൾ വസിക്കുന്ന അവസ്ഥയാണ് നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഈ വിശ്വാസത്തോടെ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കുർബാനയും എല്ലാം, കുർബാനയിലാണ് ഇതിൻ്റെ എല്ലാം മുൻ ആസ്വാദനം നമുക്ക് കിട്ടുന്നത്. ആ ആസ്വാദനത്തോടെ നമുക്ക് ഈ ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ശക്തിപ്പെടുത്താം. ആത്യന്തികമായി ഈശോ പറയുന്നത് ഇതാണ്, ഈ രണ്ടാം വരവിന് വേണ്ടതായി നമ്മൾ ചെയ്യേണ്ടത് എന്താ? രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടണം. അപ്പോൾ അതിനുശേഷം അന്ത്യമാഗതമാകും. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ഈ രഹസ്യം ഹൃദയത്തിൽ പൂർണ്ണമായി ഉറപ്പിച്ചു കഴിയുകയും രാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ആ സന്തോഷത്തിലേക്ക് നമ്മൾ വരികയും ചെയ്യുമ്പോൾ താനെ നമ്മളത് മറ്റുള്ളവരോട് പറയാൻ സാധിക്കും. ഈ വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ ഓരോരുത്തരും
ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിൽ സ്നാനം സ്വീകരിച്ച, മാമോദീസ സ്വീകരിച്ച്, സ്ഥൈര്യലേഖനം സ്വീകരിച്ച്, വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാനയും സ്വീകരിച്ചിരിക്കുന്നു നമ്മളെല്ലാവരും വലതുഭാഗത്ത് വിജയശ്രീലാളിതരായി ക്രിസ്തുവിനോടുകൂടി പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നമ്മൾ വരും. പ്രൈസ് ദ ലോർഡ്.